സത്യത്തിൽ ഈ വീഡിയോ കേരള സമൂഹം കാണാതെ പോകരുത്. നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ യുവാക്കൾ ആകെ തവിട് പൊടി എന്ന് പറയാൻ തന്നെ പറ്റുള്ളൂ. കാരണം ഒരു പയ്യൻ അവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ എന്താ പറയണമെന്ന് സത്യത്തിൽ നമുക്കറിയില്ല. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും അവിടെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവനെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? അതുമാത്രമല്ല, 3 പേരും ബൈക്കുമ്പോൾ വന്നിട്ടുണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അവർ എന്തൊക്കെ സംസാരിച്ച് ആ പയ്യനെ കയ്യേറ്റം ചെയ്യുകയാണ്. ഇതെന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? ഈ യുവാക്കൾ എങ്ങോട്ടാണ് ഇവരുടെ വഴി തെറ്റിയുള്ള ഈ യാത്ര? ഇങ്ങനെയൊക്കെ ഒരാളെ ഉപദ്രവിക്കാനും മറ്റൊരാളെ ചോദ്യം സാധാരണ ചെയ്യാം. പക്ഷേ ഈ രീതിയിലുള്ള കൈ കൊണ്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരാളെ മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എവിടം വരെ എത്തി? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണോ? തെറ്റി ഭൂമിയിൽ ചെയ്യാത്തവർ ആരുമില്ല. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? ഇവിടെ എന്ത് നിയമമാണുള്ളത് കേരളത്തിൽ? ഇത് വെറും ഹിന്ദി മേഖലകളിൽ സംസ്ഥാനങ്ങളെക്കുറിച്ച് പലതും പറയുന്നു. അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നത് സത്യത്തിൽ? ഇത് നമ്മുടെ സാധാരണ ഒരു കേരളമല്ലേ? കേരളം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സുന്ദരമായ കേരളത്തിൽ എന്താണ് ഈ നടക്കുന്നത്? ഇതിനെതിരെ നല്ല രീതിയിൽ പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ച് ഈ 3 പേർക്കെതിരെയും കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടായിരിക്കണം. നാളെ ഇങ്ങനൊരു സംഭവം ഇവർ മേലാക്കം ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ ഇനിയും ചെയ്യും, പക്ഷേ ഇവർ ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പാടില്ല. ഇതിന് പ്രതികാരമായ പയ്യനെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് കടുത്ത ശിക്ഷ മേടിച്ചു കൊടുക്കുന്ന നിയമങ്ങൾ പോലീസുകാർ ഏറ്റെടുത്തുകൊണ്ട് കോടതിയെ സമീപിച്ച് ഇവർക്ക് വാങ്ങിക്കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതെന്താണ് ഈ കാണുന്നത്? ആ പാവപ്പെട്ട പയ്യൻ ചിലപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവനായിരിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് വീട്ടിലും അച്ഛനമ്മയ്ക്ക് തോന്നില്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ ആരും ജോലിക്ക് പോകാത്തതായിരിക്കും. ആ പയ്യൻ ഈ രാത്രി വന്ന് അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും ഇവരെ പോലെ കറങ്ങി നടന്ന് ജീവിക്കുന്നവരല്ല. അവൻ അധ്വാനിച്ച് അവൻ നല്ല രീതിയിൽ പണിയെടുത്ത് കാശുണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ലേ. അവനെതിരെ ഇങ്ങനെ ചെയ്യാം.